വെൽക്കം ബാക്ക് ടു മൈ തോട്ട്സ് മൈ ലൈഫ്. ഹലോ കൂട്ടുകാരെ, അപ്പോൾ 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം പുതിയൊരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. വിഷയം ഞാൻ പറയുന്നതിന് മുൻപ് വീഡിയോ കണ്ടിട്ട് എന്താണ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നതിൻ്റെ വിഷയമെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഓക്കെ? ഈ ലോകം വളരെ വിചിത്രമാണ് അല്ലേ? എവിടെ നോക്കിയാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം. ഈ ലോകത്തെ ഇങ്ങനെ വിചിത്രമാക്കി മാറ്റിയത് നമ്മൾ മനുഷ്യരൊക്കെ തന്നെയാണ്. തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഈ പറയുന്ന എനിക്കുമുണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ. പക്ഷെ അത് തിരുത്തണം, അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കണം, അത് തിരുത്താനുള്ള ഒരു ചെറിയൊരു ശ്രമമെങ്കിലും നടത്തണം. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നടക്കും. നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ കാരണം ഒരാള് സ്വയം നന്നാവാൻ തീരുമാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ സ്വയം നന്നാവുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. തൻ്റെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തി അയാൾ നന്നാവുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ സ്വന്തം ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടായിട്ട് അത് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ വലുതാക്കി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഏറ്റവും വലിയ മോശപ്പെട്ട കാര്യമാണത്. പലരെ സംബന്ധിച്ചും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ഏറ്റു പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളും കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യവും സ്വന്തം തെറ്റിനെ ഏറ്റുപറയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് അല്ലേ? ഈ കുറ്റപ്പെടുത്തലുകൾ വളരെയധികം ഡേഞ്ചറസ് ആണ് ചില സിറ്റുവേഷനുകളിൽ. നമ്മുടെ സൗഹൃദമാണെങ്കിലും നമ്മുടെ സ്നേഹബന്ധമാണെങ്കിലും ഒക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഈ കുറ്റപ്പെടുത്തലുകൾ എന്ന് പറയുന്നത്. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുറ്റപ്പെടുത്തലുകൾ. ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുന്നു, ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുന്നു, പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റപ്പെടുത്തലുകൾ കൂടുമ്പോൾ അവിടെ ആ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ പവിത്രത കുറഞ്ഞു വരും. പിന്നീട് സോറി പറയുമായിരിക്കും, അതുകൊണ്ട് കാര്യമില്ല. പിന്നീട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തിന്റെ പവിത്രതയ്ക്ക് എങ്ങനെയാലും മങ്ങൽ വീഴും. കുട്ടികൾ കാണുന്നുണ്ടെന്നോ അല്ലെങ്കിൽ മുതിർന്നവർ കാണുന്നുണ്ടെന്നോ അങ്ങനെയുള്ളൊരു ചിന്തകളൊന്നുമില്ല. മുതിർന്നവരുടേതെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ നമുക്ക് ഉപദേശവുമായിട്ട് വരും, ചിലപ്പോഴല്ല ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും വരുമായിരിക്കാം. പക്ഷെ കുഞ്ഞുങ്ങൾ അത് കണ്ട് വളർന്നാൽ അവർക്ക് വലിയ നെഗറ്റീവ് ഫീലിങ്സ് ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അവരുടെ മൈൻഡ് ടോട്ടലി അപ്സെറ്റ് ആവും. കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കാതിരിക്കുക അത് മെയിൻ കാര്യമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് കുട്ടികളുടെ മുൻപിൽ വെച്ച് കാണിക്കാതിരിക്കുക. അതുകൊണ്ട് ഒറ്റ മാർഗമേ ഉള്ളൂ. പരസ്പരം രണ്ടുപേരും അവരവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ മനസ്സിലാക്കുക. ഒരാൾ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, മറ്റേയാൾ അംഗീകരിക്കണമെങ്കിൽ അയാളുടെ ഭാഗവും കൂടെ ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് രണ്ടുപേരും തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ജീവിതം വിജയിച്ചു. രണ്ടുപേരും തെറ്റുകുറ്റങ്ങൾ പരസ്പരം മനസ്സിലാക്കി സംസാരിക്കുകയാണെങ്കിൽ അവിടെ ആ ജീവിതം യാതൊരു ഇതുമില്ലാതെ നല്ല രീതിയിൽ വിജയം കൈവരിക്കും. അതേസമയത്ത് മൂന്നാമതൊരാൾ അവിടെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അത് കൈവിട്ട് പോകും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെത്. ഈ കുറ്റപ്പെടുത്തലുകൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട്, നെയ്ബേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട്, റിലേഷൻഷിപ്സിൻ്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പലയിടത്തും ഇതില്ലാതെ ഒരു സ്ഥലവും ഇല്ല അല്ലേ? അതുണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും റിലേഷൻസ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ സഹകരിക്കുന്ന വ്യക്തികളുടെ കുറ്റങ്ങളും കുറവുകളും അംഗീകരിച്ച് മുന്നോട്ട് പോവുക. ഈ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. അത് ഒഴിവാക്കുകയാണ് നല്ലത്. അത് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും റിലേഷൻഷിപ്സിലുള്ളവരാണെങ്കിലും ആരാണെങ്കിലും പരസ്പരമുള്ള ആ തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അതൊരു മനോഹരമായ ജീവിതം തന്നെയായിരിക്കും. നമ്മുടെ സന്തോഷം നോക്കണം, ഒപ്പം നമ്മുടെ ചുറ്റിനുമുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് നോക്കണം. അപ്പം ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കാം. പിന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ഭാഗം ക്ലിയർ ആയിക്കോളും. ഇനി അത് ക്ലിയർ ആയില്ല, അത് ക്ലിയർ ആക്കാനുള്ള ഉദ്ദേശം അവർക്കില്ലെങ്കിൽ അവരുടെ വഴിയെ നമുക്കും അങ്ങ് പോകാം. ചിലർ പറയാറില്ലേ, എന്നെ തല്ലണ്ടമ്മാവാൻ ഞാൻ നന്നാവൂല. അങ്ങനെയുള്ളവരെ ആ വഴിക്ക് വിടുക. ദാറ്റ്സ് ഓൾ. പുതിയൊരു വിഷയമായിട്ട് പിന്നെ വരാം. ടാറ്റാ.